ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടോട്ടെ കൃഷ്ണ. ഏത് നേരത്താണോ എനിക്കൊന്ന് അങ്ങോട്ടും മാറാൻ തോന്നിയത്. നീ കാണണ്ടടി നിന്റെ ഒരു അശ്രദ്ധ. നീ കാരണം എൻ്റെ കുഞ്ഞ്. ഏട്ടാ, ഞാൻ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചതാ. എന്താ അമ്മ അവിടെ ഒരു ബഹളം? കീർത്തി തൻ്റെ ക്ഷീണിച്ച കൺപോളകൾ മെല്ലെ തുറന്ന് അമ്മയോട് ചോദിച്ചു. മോള് അനങ്ങാതെ കിടക്ക്, അവിടെ ഒന്നുമില്ല. നീ കുറച്ചുകൂടിയല്ലേ ഉള്ളൂ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ ആ കൈ നടക്കാതെ വെക്കേ. കീർത്തി ഗ്ലൂക്കോസ് ട്രിപ്പിലേക്ക് നോക്കി. അത് ഓരോ തുള്ളിയായി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൾ തൻ്റെ കൈ കൊണ്ട് പതുക്കെ തൻ്റെ മെല്ലെ മെല്ലെ വീർത്തു വരുന്ന വയറിൽ കൈവച്ചു. ഒരു നിമിഷം കണ്ണടച്ചു. ഛർദി കൂടുതലായപ്പോൾ വളരെ അധികം ക്ഷീണം തോന്നി. അടുക്കളയിലൊന്ന് മയങ്ങി വീണതാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ അച്ഛനും അമ്മയെല്ലാം ഹോസ്പിറ്റലുണ്ട്. ആദ്യത്തെ കൺമണി, ഞാൻ ആദ്യമായി അമ്മയാണെന്നറിഞ്ഞ നിമിഷം എനിക്ക് എങ്ങനെ വിവരിക്കണമെന്നറിയുന്നില്ല. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും സുന്ദരമായ നിമിഷം ഒരു മഞ്ഞുതുള്ളി പോലെ എൻ്റെ വയറ്റിൽ. എൻ്റെ കൃഷ്ണ, എനിക്ക് തിരിച്ചതാ. എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ. എൻ്റെ മണിക്കുട്ടി വാടാ, അമ്മയുടെ മുത്തേ, അമ്മയെ വിട്ട് പോവല്ലടാ. ഇനി ഞാൻ ശ്രദ്ധിക്കാമടാ. സിസ്റ്ററെ, എന്താണ് അവിടെ? തൻ്റെ ഡ്രിപ്പ് മാറ്റാൻ വന്ന സിസ്റ്ററോട് അവൾ